ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യലായ പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം വലിയ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്. ഇനി നമുക്ക് ഈ പുളിയിലേക്ക് 2.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പുളി നല്ല പോലെ ഒന്ന് ലയിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ പുളിവെള്ളം അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിപ്പം നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 12 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ. ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കണേ. ഇതിപ്പം നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. ഇതിപ്പം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം നമുക്കിതുപോലെ ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് കുറച്ച് കുറുകി കിട്ടണം. ഇതിപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം കുറച്ച് വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പൊടിക്ക് പകരം നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ശർക്കര കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഇടവിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കരുത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയേ. ഇതുപോലെയാണ് നമുക്ക് കുറുക്കിയെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല പോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ചെടുത്ത ഉലുവ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ അല്പം കൂടി കുറുകി വരും. ഇതിപ്പം കണ്ടില്ലേ, ചൂടാറിയതിന് ശേഷം നല്ല പോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു ദിവസത്തിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.